നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ ഗതാഗത സൗകര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിനായി ഏകദേശം 25,000 കോടി രൂപയുടെ 2 വലിയ എലിവേറ്റഡ് റോഡ് പദ്ധതികൾക്ക് ബുധനാഴ്ച കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. ഗംഗ കോറിഡോർ, വരുണ കോറിഡോർ എന്നീ ഇരട്ട പദ്ധതികൾ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ നഗരങ്ങളിലൊന്നായ വാരണാസിയിലെ ടൂറിസം, നഗരവികസന മേഖലകൾക്ക് വലിയ കുതിപ്പ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഇതിന് ബദലായി മമ്മു കോറിഡോർ, ആയുഷ്മാ കോറിഡോർ എന്നിവ നടപ്പാക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കണമെന്ന് ജനാബ് കുക്രി തങ്ങൾ ആവശ്യപ്പെട്ടു. കേരള നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് ലഭിക്കണമെന്ന ആവശ്യം ന്യായവും സ്വാഭാവികവുമാണെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. ഇക്കാര്യത്തിൽ ഇടതുമുന്നണിക്കുള്ളിൽ സംസ്ഥാന തലത്തിൽ ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം പാർട്ടിയുടെ നിലപാട് ആവർത്തിച്ചത്. ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPIക്ക് പ്രതിപക്ഷത്തിൽ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കാൻ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അനിവാര്യമാണെന്ന് D. രാജ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആരാണ് ഈ D. രാജ എന്നതിനെ കുറിച്ച് AKG സെന്ററിൽ അവൈലബിൾ PB കൂടി അന്വേഷണം പുരോഗമിക്കുകയാണ്. വനം വകുപ്പിനെതിരെ ഭീഷണിയുമായി CPM നേതാവ് MM മണി. മര്യാദകേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്കറിയാമെന്നും അത്തരക്കാർക്ക് വഴിയെ നടക്കാൻ കഴിയില്ലെന്നും മണി വെല്ലുവിളിച്ചു. പോലീസ് തങ്ങൾക്ക് പുല്ലാണെന്നും പിന്നെയാണോ ഫോറസ്റ്റ് എന്നും MM മണി ചോദിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ റവന്യൂ ഭൂമി വനം വകുപ്പ് കൈയടക്കുന്നു എന്നാരോപിച്ച് കർഷക സംഘം റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മണി. ഉദ്യോഗസ്ഥർക്ക് വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടെന്ന കാര്യം ഓർക്കണം. ഞങ്ങൾ വീട്ടിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞല്ല പൊതുപ്രവർത്തകരിൽ ഇറങ്ങുന്നതെന്നും മണി പറഞ്ഞു. VD സതീശൻ തിരുവനന്തപുരത്ത് ഇരുന്നാൽ മതിയെന്നും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും മണി വ്യക്തമാക്കി. പ്രായം ഇത്രയൊക്കെ ആണെങ്കിലും മണിയാശാന്റെ തൊട്ടിത്തരത്തിന് ഇപ്പോഴും എന്നാ ഒരു പവറാ. നിങ്ങൾക്ക് എന്താ വേണ്ട പറ. അതല്ല എന്നെ ഈ ഹോട്ടലിൽ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം പറയാനാണ് ഞാനിത് വലിച്ച് ഉള്ളോട്ട് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകും. സമര ചരിത്രവും പോരാട്ടവും ഉണ്ട്. അതിനിപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടത്. ബാലുശ്ശേരിയിൽ പ്രായപൂർത്തിയാകാത്ത 3 ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 59കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉണ്ണിക്കുളം മങ്ങാട് പുതുക്കുടി സ്വദേശി CP ലത്തീഫിനെയാണ് ബാലുശ്ശേരി പോലീസ് അതിവേഗം വലയിലാക്കിയത്. കുട്ടികൾക്കെതിരെ ക്രൂരമായ ലൈംഗികാതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് പോക്സോ നിയമപ്രകാരം 3 കേസുകളാണ് പ്രതിക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുട്ടികളെ തന്ത്രപരമായി പ്രലോഭിപ്പിച്ച് ഇരുചക്ര വാഹനത്തിൽ കയറ്റി സ്വന്തം വീട്ടിലെത്തിച്ചായിരുന്നു ഇയാൾ പീഡനത്തിന് ഇരയാക്കിയിരുന്നത്. വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയം നോക്കിയായിരുന്നു ഇയാൾ കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയിരുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ലത്തീഫിന് പച്ചീർക്കിൽ പ്രയോഗം നടത്താനായി പോലീസ് സേനയിലേക്ക് പരിചയസമ്പന്നരുടെ ഒഴിവുണ്ട്. മോനൊന്നും പറയാനും വേണ്ട, അല്ലാതെ നമുക്ക് പെരുത്തിച്ചുപോയി. മോനെ എന്തിനാണ് മോനെ വെറുതെ ചൂടാൻ വേണ്ടി? മോനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരുമോ? മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരുമോ? അങ്ങോട്ട് ബാ, ഇക്ക പൊറോട്ട ഇറച്ചിയും പിടിച്ചുതരാം. ലോങ് മാർച്ച് മാറ്റിവെച്ചെങ്കിലും പാക് അധീന കശ്മീരിലെ ധർണാ സമരങ്ങൾ തുടരുമെന്ന് അവാമി ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. ദീർഘനേരം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാരിന് സമയം അനുവദിച്ചുകൊണ്ട് നിർദ്ദിഷ്ട ലോങ് മാർച്ച് മാറ്റിവെക്കുന്നതായി അവാമി ആക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കുകയായിരുന്നു. കമ്മിറ്റി ആസൂത്രണം ചെയ്ത പ്രധാന പ്രതിഷേധ പരിപാടികളിലൊന്നിനാണ് ഇതോടെ താൽക്കാലിക വിരാമമായത്. എങ്കിലും നിലവിലുള്ള ധർണാ സമരങ്ങൾ തുടരും. പ്രതിഷേധക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ മറുപടി നൽകാൻ സർക്കാരിന് ജൂലൈ 21 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ തൃപ്തികരമായ മറുപടി ഉണ്ടായില്ലെങ്കിൽ ജൂലൈ 22 മുതൽ ലോങ് മാർച്ച് പുനരാരംഭിക്കുമെന്നും കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ലോങ് മാർച്ച് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിൽ പാകിസ്ഥാന്റെ പരമ്പരാഗത കലാരൂപമായ സ്വയം പൊട്ടിത്തെറിക്കൽ തുടങ്ങിയ കലാപരിപാടികൾ തെരുവിൽ അവതരിപ്പിച്ച് പ്രതിഷേധം കളറാക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കറുത്ത ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു ഭീമൻ പരസ്യ ബോർഡ് മധ്യ ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പേർഷ്യൻ ഭാഷയിലും ഇംഗ്ലീഷിലും ഞങ്ങൾ ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന് ഭയപ്പെടുത്തുന്ന സന്ദേശവും ഇതിലുണ്ട്. ടെഹ്റാനിലെ പ്രശസ്തമായ ഐൻഗലാബ് സ്ക്വയറിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ണുകളും വായും അടച്ച് കൈകൾ ചുവന്ന ടൈക്ക് മുകളിലായി നെഞ്ചോട് ചേർത്ത് പാദങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച നിലയിലാണ് ഇതിൽ ട്രംപിനെ ചിത്രീകരിക്കുന്നത്. ഒരു ശവസംസ്കാര ചടങ്ങിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചിത്രീകരണം. ട്രംപ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, പുള്ളി മിക്കവാറും ആ പടം അടുത്ത തെരഞ്ഞെടുപ്പിന് പ്രധാന തെരഞ്ഞെടുപ്പ് പോസ്റ്റർ അടിക്കും.
അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയാൽ മന്ത്രിമാരെ ഉടൻ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുമെന്ന മുന്നറിയിപ്പുമായി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ചെന്നൈ സെക്രട്ടേറിയറ്റിൽ ഇന്ന് മുഖ്യമന്ത്രി വിജയുടെ അധ്യക്ഷതയിൽ ചേർന്ന രണ്ടാമത്തെ തമിഴ്നാട് മന്ത്രിസഭാ യോഗം നടന്നു. മന്ത്രിമാരുടെ പ്രവർത്തനം, ഭരണപരമായ അച്ചടക്കം, സുതാര്യത, അഴിമതി തടയൽ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാന നിർദ്ദേശങ്ങൾ നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. മന്ത്രിമാരുമായോ അവരുടെ വകുപ്പുകളുമായോ അഴിമതി, കൈക്കൂലി അല്ലെങ്കിൽ തെറ്റായ പെരുമാറ്റം എന്നിവ സംബന്ധിച്ച പരാതികൾ ഉണ്ടായാൽ അവർക്കെതിരെ ഉടൻ നടപടിയെടുക്കും. തെറ്റായ പെരുമാറ്റം സ്ഥിരീകരിച്ചാൽ ബന്ധപ്പെട്ട മന്ത്രിയെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മടിക്കില്ല. ടി.വി.കെ സർക്കാർ അഴിമതിരഹിത സർക്കാരാണെന്ന് ഉറപ്പാക്കാൻ ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണമെന്നും എല്ലാ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിക്കണമെന്നും ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും അനുവദിക്കരുതെന്നും നിർദ്ദേശിച്ചു. സർക്കാർ പൂർണ്ണമായും സുതാര്യതയോടെ പ്രവർത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. മന്ത്രിമാർ ആരായാലും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും വിജയ് കൂട്ടിച്ചേർത്തു. തെറ്റിദ്ധരിക്കരുത്, അണ്ണൻ അഭിനയിക്കാതെ വിട്ട 70ാമത്തെ പടത്തിലെ സ്ക്രിപ്റ്റ് വായിച്ചതാണ്. തൃണമൂൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയായി നടിയും തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ കോയൽ മല്ലിക് എന്നറിയപ്പെടുന്ന രുക്മിണി മല്ലിക് രാജ്യസഭാംഗത്വം രാജിവെച്ചു. രാജ്യസഭാ ചെയർമാനും വൈസ് പ്രസിഡന്റുമായ CP രാധാകൃഷ്ണൻ അയച്ച രാജിക്കത്തിൽ അടിയന്തര പ്രാബല്യത്തോടെ രാജ്യസഭാംഗത്വം രാജിവെക്കുന്നതായി മല്ലിക് പറഞ്ഞു. രാജ്യസഭാംഗത്വത്തിൽ നിന്ന് ഞാൻ ഇതിനാൽ രാജിവെക്കുന്നു. ദയവായി അത് ഉടനടി അംഗീകരിക്കുക എന്ന് കത്തിൽ പറയുന്നു. രാജ്യസഭാംഗം എന്ന നിലയിലുള്ള തൻ്റെ കാലാവധിയിൽ എല്ലാവിധ സഹായവും സഹകരണവും നൽകിയ രാജ്യസഭാ സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടി ചെയർമാനോടും എല്ലാ ഉദ്യോഗസ്ഥരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എന്നും കോയൽ കത്തിൽ കുറിച്ചു. ഇനി രാജിവെക്കാൻ മമതയും മരുമോനുമേ ബാക്കിയുള്ളൂ. അവർ പരസ്പരം രാജിക്കത്ത് കൊടുക്കുമായിരിക്കും. ഹംബ ഹംബ റംബ റംബ കമ്പ കമ്പ ദുംബ ദുംബ ബുംബ ബുംബ ബംബ ബംബ. ഹനുമാൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ് സൃഷ്ടിച്ച സംവിധായകൻ പ്രശാന്ത് വർമ്മയുടെ രചനയിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രമായ മഹാകാളിയുടെ ചിത്രീകരണം അവസാന ഘട്ടത്തിലേക്ക്. 125 ദിവസത്തെ ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം നിർണായകമായ അവസാന ഷെഡ്യൂളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലേക്ക് ഒരു വനിതാ സൂപ്പർ ഹീറോയെ അവതരിപ്പിക്കുന്ന ചിത്രം പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 3ാം ചിത്രമായാണ് ഒരുങ്ങുന്നത്. ചിത്രം സംവിധാനം ചെയ്യുന്നത് പൂജ അപർണ കൊല്ലൂരുവാണ്. ആത്മീയതയും പുരാണവും സമകാലിക പ്രശ്നങ്ങളുമായി സംയോജിപ്പിച്ച് കൊണ്ടാണ് മഹാകാളി ഒരുക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ സ്റ്റീരിയോ ടൈപ്പുകൾ തകർത്തുകൊണ്ട് ഈ ശക്തമായ സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിലൂടെ കറുത്ത നിറമുള്ള ഒരു നായികയെ സൂപ്പർ ഹീറോ മഹാകാളിയായി അവതരിപ്പിക്കുകയാണ്. കാളിദേവിയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ബംഗാളിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുക്കുന്നത്. ഇന്ത്യയിലെ പല സിനിമാ ഇൻഡസ്ട്രികളിൽ നിന്നുമുള്ള പ്രമുഖ താരങ്ങൾ ഈ ചിത്രത്തിന് താരനിരയിലുണ്ട്. അപ്പോഴേ പറഞ്ഞതാണ് ബംഗാളിൽ BJP വന്നാൽ ഹിന്ദുത്വ പ്രൊപ്പഗണ്ട കത്തുമെന്ന്. മമതാ ദീദി ആയിരുന്നെങ്കിൽ പ്രശാന്ത് വർമ്മയുടെ കാര്യം ഇപ്പോൾ തന്നെ ഒരു തീരുമാനമായേനെ. ഫിഫ ലോകകപ്പിൽ ഈജിപ്തിനെതിരെ അർജന്റീന നേടിയ വിജയം കായിക ലോകത്തിന് പുറത്തും വലിയ രാഷ്ട്രീയ മത ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മത്സരത്തിൽ അവസാന നിമിഷങ്ങളിൽ അർജന്റീന 3 ഗോളുകൾ നേടി 3-2 വിജയിച്ചതിന് പിന്നാലെ ഫിഫ അർജന്റീനയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ചുവെന്ന ആരോപണങ്ങളാണ് ചില ഇസ്ലാമിക രാജ്യങ്ങളും ഇടതുപക്ഷ വൃത്തങ്ങളും ഉയർത്തുന്നത്. മത്സരശേഷം ഈജിപ്ത് പരിശീലകൻ ഹൊസം ഹസൻ ടൂർണമെന്റ് നിയമങ്ങൾ അർജന്റീനയ്ക്കും സൂപ്പർ താരം ലയണൽ മെസ്സിക്കും അനുകൂലമായിരുന്നുവെന്ന് ആരോപിച്ചു. ഇതോടെ ഫിഫയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതേസമയം അർജന്റീനയുടെ രാഷ്ട്രീയ നിലപാടുകളും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രസിഡന്റ് ഹാവിയർ മിലൈ ഇസ്ലാമിക തീവ്രവാദത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ശക്തമായി വിമർശിക്കുന്ന നേതാവാണ്. ഇസ്രയേലുമായുള്ള അടുത്ത ബന്ധം, ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്, ജെറുസലേമിനോടുള്ള പിന്തുണ തുടങ്ങിയ നിലപാടുകൾ ചില മുസ്ലിം രാജ്യങ്ങളുടെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതോടെ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളെ അതിജീവിച്ച് രാഷ്ട്രീയവും മതപരവുമായ ചർച്ചകളിലേക്കും നീങ്ങുകയാണെന്ന വിലയിരുത്തലുകളാണ് ഉയരുന്നത്. സ്പെയിൻ ജയിച്ചാലും ഇല്ലെങ്കിലും ഞമ്മക്കൊന്നുമില്ല, പക്ഷെ മെസ്സി ഓനെതിരെ മുട്ടയിൽ അറബി കൂടോത്രം ഷുവർ. എന്താണ് ഉണ്ടാവുക? എനിക്ക് ആലോചിക്കും ചിരി വരിക. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.